വന്ന് വന്ന് എൻ്റെ അവസ്ഥ ടു കൺട്രീസിലെ സുരാജിൻ്റെ കാട്ടിലും മോശമായി. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു ആഗ്രഹം തോന്നിയല്ലേ, നമുക്കും ഉണ്ടാക്കാം ഒരു ബിരിയാണി. അതും ട്രിവാൻഡ്രം സ്റ്റൈൽ പോലെ പൈനാപ്പിൾ ഇട്ടൊന്നുമല്ല, നല്ല ചിക്കനൊക്കെ പൊരിച്ച് ഒരു കോഴിക്കോടൻ ബിരിയാണി പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കാം. നല്ല ഷോ ആണെങ്കിലും ഷാൻജിയോ ഇല്ലാണ്ട് എനിക്കിപ്പോഴും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ട് മെഷർമെൻറ്റ്സ് എല്ലാം വേണമെങ്കിൽ അറിയാവുന്ന ആരുടെയെങ്കിലും വീഡിയോ കണ്ടപ്പോൾ ഒന്നും കുറച്ചിട്ടില്ല. കൈ കിട്ടിയ പൊടികളെല്ലാം ഇട്ട് ചിക്കനെ അങ്ങ് റെസ്റ്റ് ആക്കാനായിട്ട് കയറ്റിയിട്ടുണ്ട്. ഇനിയാണ് മെയിൻ ഹൈലൈറ്റ് ഐറ്റം, ജീരകശാല റൈസ്. ഇവിടെ വന്നിട്ട് 3 വർഷത്തെ ആദ്യമായിട്ട് എനിക്ക് ബസ്മതിയിൽ നിന്നൊരു മോചനം കിട്ടുന്നത്. അപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ ഒരു 13 മിനിറ്റ് സിമ്മിൽ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റൈസ് കിട്ടും. അതിനുശേഷം ഉള്ളിയുമായിട്ടുള്ള ഒരു പോരാട്ടമാണ്. റെസിപ്പിയിൽ ഒരു 7 എണ്ണം വേണമെന്ന് പറഞ്ഞെങ്കിലും ഒരു 3-4 എണ്ണത്തിൽ അങ്ങ് ഒതുക്കി. അതൊന്ന് വരട്ടി കഴിഞ്ഞപ്പോൾ മസാലയും തൈരും ഇച്ചിരി കെച്ചപ്പും ചിക്കനും കൂടെ ഇട്ട് അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇച്ചിരി പച്ചപ്പും വിതറി റൈസ് അങ്ങ് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ സംഭവം റെഡിയാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, നല്ല കിട്ടില്ല സാധനം. പിന്നെ ഇച്ചിരി എരിവ് കൂടിപ്പോയി, അത് പിന്നെ പറയണ്ടല്ലോ. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും പാകപ്പിഴ പറ്റണമല്ലോ.